കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് CPM-ൽ ചേർന്നു. ഉദയംപേരൂർ മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജാണ് CPM-ൽ ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകിയത് രാജു പി നായരാണെന്നും VD സതീഷിന്റെ നിർദ്ദേശത്തോടെയാണിതെന്നും അഖിൽ ആരോപിച്ചു. ഇപ്പോൾ ഈ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ നിന്ന് ചാനൽ ചർച്ചയിൽ കയറി ഇവിടുത്തെ MLA സീറ്റിന് വേണ്ടി വീരവാദം മുഴക്കുന്ന രാജു പി നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വെറും ഗ്രൂപ്പിന് താഴെയാണ് അദ്ദേഹത്തിന് കോൺഗ്രസ് എന്ന് പറയുന്നൊരു ഇത്. പുള്ളിയുടെ എല്ലാം ഒരു ഗ്രൂപ്പ് സമീപനം കൊണ്ട് തന്നെയാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ കാരണം. ഇപ്പം നിങ്ങൾക്കിത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്ത് ഈ ക്രിയേറ്റ് സ്റ്റോറി കിടക്കുന്നത് രാജു പി നായരുടെയാണ്. താരാട്ടവും ജോജോ അലക്സിനെതിരെ സൈബർ ആക്രമണമെന്ന് പറഞ്ഞു. ഒരു കോൺഗ്രസിന്റെ ചാനൽ ചർച്ചയിൽ കയറിയിരിക്കുന്ന ഒരാളും VD സതീശിന്റെ ഫേസ്ബുക്ക് അഡ്മിൻ ആയിരിക്കുന്ന ഒരാള് മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുപോലൊരു വാർത്തകൾ മീഡിയക്ക് മുന്നിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടൊക്കെ എങ്ങനെയായിരിക്കും? ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ പുറത്താക്കാൻ സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, CPM-ൽ ചേരുന്നത് ശരി, പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ഗൗരവമുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആരോപണങ്ങളാണ്. എന്തൊക്കെയാണ് പറയുന്നത്? ധന്യ, കുറച്ചു ദിവസങ്ങളായി തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിനൊപ്പം തന്നെ ഉദയംപേരൂരിലെല്ലാം തന്നെ ചില ഉള്ള പ്രശ്നങ്ങൾ, അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു രാജി ഉണ്ടായിരിക്കുന്നത്. അതായത് യൂത്ത് കോൺഗ്രസ് നേതാവ് ഉദയംപേരൂർ മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജാണ് CPM-ൽ ചേർന്നിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് VD സതീശനും രാജു പി നായർക്കുമെതിരെയാണ് ഈ അഖിൽ ആരോപണം ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് രാജു പി നായരാണ്. രാജു പി നായർ പ്രവർത്തിക്കുന്നത് VD സതീശിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഗ്രൂപ്പ് യോഗങ്ങളെല്ലാം നടത്തിയെന്നും അതിന്റെ തെളിവുകളെല്ലാം തന്നെ തന്റെ പക്കൽ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഈ അഖിൽ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അബിൻ വർക്കിക്ക് രക്ഷയില്ലാത്ത പാർട്ടിയിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന തന്നെ പോലുള്ളവർക്കൊക്കെ എന്ത് രക്ഷയാണ് ഉണ്ടാകുന്നതെന്നും അഖിൽ രാജ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പേർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ പേർ CPM-ലേക്ക് എത്തുമെന്നൊരു സൂചന കൂടി അഖിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ കോൺഗ്രസിലെ വിഭാഗീയതയ്ക്കപ്പുറം ഈ ജീർണതയാണ് പാർട്ടി വിടാനുള്ള കാരണമെന്നും ആണ് ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണവും കൂടി വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ